ഹായ്, ഞാൻ നിങ്ങളുടെ ബോബി രാജസസ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു പുതിയ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 120 days കോഴ്സ് ഫോർ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ. വരുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾ മുന്നിൽ കണ്ടുകൊണ്ട് അൺഅക്കാഡമി ആരംഭിക്കുന്ന ഒരു കോഴ്സാണ്. ഈ കോഴ്സിലൂടെ കംപ്ലീറ്റ് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ആയിരിക്കും പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യപ്പെടുക. കംപ്ലീറ്റ് ഫാക്ട്സ് അബൌട്ട് കേരള, അതുപോലെ മറ്റു സബ്ജക്റ്റുകളും ഡീൽ ചെയ്യപ്പെടുന്നുണ്ട്. സോ വാച്ച് ഇറ്റ് ഔട്ട്. 120 days ഡിഗ്രി ലെവൽ കോഴ്സ്. 120 days കോഴ്സ് ഫോർ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ. ഇതിൻ്റെ ഓവർവ്യൂ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കോഴ്സ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഡിഗ്രി ലെവൽ കോഴ്സാണ്. സെഷൻസ് 60 സെഷൻസ് ആയിരിക്കും. ഡ്യൂറേഷൻ 1 hour അല്ലെങ്കിൽ 60 minutes ആയിരിക്കും ഇപ്പോൾ സെഷൻസിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ കോഴ്സ് പ്രധാനമായിട്ടും സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, BDO, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ബ്യൂറോ അസിസ്റ്റന്റ് തുടങ്ങിയിട്ടുള്ള അപ്കമിംഗ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് ഡീൽ ചെയ്യപ്പെടുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മെന്റൽ എബിലിറ്റി, ടെസ്റ്റ് ഓഫ് റീസണിംഗ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ഫാക്ട്സ് അബൌട്ട് കേരള, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് സിവിൽ റൈറ്റ്സ്, ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയാണ്. ഇതിലെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ഡീൽ ചെയ്യുന്നത് ബോബിയാണ്, നാച്ചുറൽ സയൻസ് ഡീൽ ചെയ്യുന്നത് ഷാഫി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഡീൽ ചെയ്യുന്നത് മിസ്റ്റർ ജ്യോതിഷ്, ഫിസിക്സ് കെമിസ്ട്രി ഡീൽ ചെയ്യുന്നത് ദീപിക, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിൽ റൈറ്റ്സ് ഡീൽ ചെയ്യുന്നത് റീജ, ഫാക്ട്സ് അബൌട്ട് കേരള ഡീൽ ചെയ്യുന്നത് രാഹുൽ ചന്ദ്രൻ, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് ഡീൽ ചെയ്യുന്നത് രശ്മി ആർ നായർ, ആൻഡ് IT ഡീൽ ചെയ്യുന്നത് ആസിഫ്. എല്ലാ കൂട്ടുകാർക്കും അൺഅക്കാഡമി എന്ന ഈ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഞാൻ ആസിഫ് തുളുവത്. മെമ്മറി കോഡ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു കോഴ്സിൽ GK പാർട്ടിൽ നിന്നുള്ള വിവിധ ഭാഗങ്ങൾ കോഡിലൂടെ എങ്ങനെ ഓർത്തിരിക്കാം എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിൽ പ്രധാനമായിട്ടും വിവിധ ലെസണുകളായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരുപാട് വലിച്ചു നീട്ടി ഇക്വേഷൻസിൽ വാല്യൂസ് അപ്ലൈ ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് എത്തുന്ന ആ ഒരു രീതി മാറ്റി വെച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ചില രീതിയിലുള്ള ക്വസ്റ്റ്യൻസിനെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് ഒരു കോഡിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ലെസണിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുള്ളത്. തീർച്ചയായിട്ടും 100% ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും, അതിലൊരു സംശയമില്ല. ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പ്രോബ്ലംസും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പ്രോബ്ലംസും ഒക്കെ തന്നിരിക്കുന്ന വാല്യൂസ് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്തുകൊണ്ട് പടിപടിയായ സ്റ്റെപ്പുകളായിട്ട് എഴുതുന്ന ആ ഒരു രീതി മാറ്റിവെക്കുക. വളരെ സിമ്പിളായിട്ട് വിതിൻ സെക്കൻഡ്സ് കൊണ്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കുന്ന മെത്തേഡുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അൺഅക്കാഡമി പ്ലസിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇതുപോലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ടോപ്പിക്കുകളും IT ആൻഡ് സൈബർ ലോ സയൻസ് ടോപ്പിക്കുകളൊക്കെ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ആസിഫ് തുളുവത്ത് എന്ന് പറയുന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിലേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാൻ കൂടിയാണ് ഇങ്ങനെ ഒരു ലെസൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. IT ആൻഡ് സൈബർ ലോയിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്ക് ഒരു ഫ്രീ സ്പെഷ്യൽ ക്ലാസ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. കഴിഞ്ഞ ഒരു സ്പെഷ്യൽ ക്ലാസ്സിൽ ഏകദേശം 150+ രജിസ്ട്രേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ വന്നിരിക്കുന്ന ആളുകളൊക്കെ അടുത്ത ക്ലാസ്സിലും വരാമെന്ന് എനിക്ക് ഉറപ്പ് തന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഫ്രീ സ്പെഷ്യൽ ക്ലാസ് സൗകര്യം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. IT ആൻഡ് സൈബർ ലോയിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുക, അതിനുശേഷം ITയിൽ നിന്നുള്ള ടോപ്പിക്കുകൾ പഠിക്കുക എന്നുള്ളതാണ്. എല്ലാ ടോപ്പിക്കിലും അത് തന്നെയാണ് അല്ലെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ടോപ്പിക് വൈസ് പഠിക്കാൻ വളരെയധികം എളുപ്പമായിരിക്കും. ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് 2:30 മണിക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ആ സ്പെഷ്യൽ ക്ലാസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ് എന്നുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇനി ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഒരു കോഡിലൂടെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. ദ സം ഓഫ് മണി പ്ലേസ്ഡ് വിത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഡബിൾ ഇറ്റ് സെൽഫ് ഇൻ 7 years. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ പ്ലേസ് ചെയ്ത മണി ഡബിൾ ഇറ്റ് സെൽഫ് ഇൻ 7 years. ഓക്കെ, 2 വർഷം കൊണ്ട് 7 വർഷം കൊണ്ട് എന്ത് ചെയ്യുന്നു, അത് ഡബിൾ ആവുന്നു. ഓക്കെ, ഹൗ മെനി ഇയേഴ്സ് ഇറ്റ് വുഡ് എമൗണ്ട് 16 times ഓഫ് ഇറ്റ് സെൽഫ് അറ്റ് ദി സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, അത് 16 മടങ്ങാവാൻ എത്ര വർഷം വേണ്ടി വരും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇക്വേഷൻ വൈസ് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ലിറ്റിൽ ബിറ്റ് ഓഫ് ഡിഫിക്കൽട്ട് ആണെന്ന് തന്നെ പറയാം അല്ലെ.
ഇവിടെ ചോദ്യം ഇതാണ്, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഫിക്സ് ചെയ്ത മണി ഡബിൾ ആവാൻ 7 വർഷം എടുക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 16 മടങ്ങാവാൻ എത്ര വർഷം എടുക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ 25, ഓപ്ഷൻ ബി 28, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ഡി 32. ഇങ്ങനെയാണ് ചോദ്യം. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഞാനൊന്ന് അതൊരു വേറെ രീതിയിലേക്ക് മാറ്റി എഴുതുകയാണ്. കോഡ് ഇതാണ്. കോഡ് എന്ന് പറഞ്ഞാൽ മാത്സിനെ സഹായിക്കുന്ന ഒരു കോഡാണ്. മെമ്മറി കോഡ് എന്ന് ഇതിനെ പറയാൻ സാധിക്കില്ല. പക്ഷെ എന്താണ്, ഇത്തരത്തിലുള്ള കോഡുകൾ കൂടി നമ്മൾ ഈ ഒരു കോഴ്സിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യും. മാത്സ് പലർക്കും ബുദ്ധിമുട്ടാണ്. ഇക്വേഷൻ വൈസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ ഒക്കെ ഇട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകൾ കമന്റുകളിലൂടെയും മെസ്സേജുകളിലൂടെയും ലഭിക്കുന്നുണ്ട്. അപ്പൊ മാത്സിൽ നിന്ന് ഇത്തരത്തിൽ കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും നമ്മൾ ഈ ഒരു കോഴ്സിൽ ലെസനുകളായിട്ട് ആഡ് ചെയ്യുന്നതാണ്. ഇവിടെ എത്രയേ ഉള്ളൂ, ഡബിൾ ആവുന്നു 7 വർഷം കൊണ്ട്. ഓക്കെ, ഡബിൾ ആവുന്നു. ഡബിൾ എന്ന് പറഞ്ഞാൽ 2 ഇരട്ടിയാണല്ലോ. ഡബിൾ ആവുന്നു 7 വർഷം കൊണ്ട്. 16 മടങ്ങാവാൻ എത്ര വർഷം വേണം എന്നുള്ളതാണ് ചോദ്യം. ഡബിൾ ആവുന്നു 7 വർഷം കൊണ്ട്. 16 മടങ്ങാവാൻ എത്ര വർഷം വേണം എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഒരൊറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കാൻ. 2 16, 2 ഘാതം എത്രയാണ് 16? അല്ലെങ്കിൽ 16 കിട്ടാൻ 2 റേസ് ടു എത്ര എഴുതണം എന്നുള്ളത് ഒന്ന് മെന്റലി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമുക്കറിയാം അല്ലെ, 16 കിട്ടണമെന്നുണ്ടെങ്കിൽ 2 റേസ് ടു 2 എന്ന് പറയുന്നത് 4 ആണ്. 2 റേസ് ടു 3 എന്ന് പറയുന്നത് 8 ആണ്. 2 റേസ് ടു 4 അല്ലേ 16? അപ്പൊ 4 എടുക്കുക. ഓക്കെ, 2 റേസ് ടു 4 ആണ് എത്ര, 16 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, 4 സെലക്ട് ചെയ്യുന്നു. 4 into 7 ചെയ്യുന്നു, 28 കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഇവിടെ തന്നിരിക്കുന്ന, അതായത് ടൈംസ് ആണ് ഇവിടെ ഞാൻ എഴുതിയുള്ളത്. ഒന്നാമത്തെ കേസിൽ ഡബിൾ ആവുന്നു എന്നുള്ളതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിന് 7 വർഷം. 16 മടങ്ങാവാൻ എത്ര വർഷം എന്നുള്ളതാണ് ഈ എഴുതിയത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി 2 റേസ് ടു എത്രയാണ് 16 എന്ന് നോക്കുക. 2 റേസ് ടു 4 ആണ്. അതിൽ നിന്ന് 4 സെലക്ട് ചെയ്യുന്നു. 4 into ഇവിടെ തന്നിരിക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 into 7 എന്ന് പറഞ്ഞാൽ 28 ആണ്. അപ്പൊ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാവുന്ന ഒരേ ഒരു സംശയം എന്ന് പറയുന്നത് ഇത്രയായിരിക്കും, ഇവിടെ പവറായിട്ട് എഴുതാൻ സാധിച്ചില്ലെങ്കിലോ എന്ന് പറയുന്ന ഒരു ഡൗട്ട് അവിടെ ജനറേറ്റ് ചെയ്തേക്കാം അല്ലെ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അങ്ങനെ പറ്റുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുകയുള്ളൂ. ഓക്കെ, ഞാൻ ഉറപ്പ് തരുന്നു, ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ എന്താണ്, അവിടെ റേസ് ടു പവറിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. ഓക്കെ, ഇനി ഒരു വ്യക്തത വരുത്താൻ വേണ്ടി, അപ്പൊ എത്രയാണ് ആൻസർ, 28 ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു ചോദ്യം കൂടി. ദ സം ഓഫ് മണി പ്ലേസ്ഡ് അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ട്രിപ്പിൾ ഇറ്റ് സെൽഫ് ഇൻ 6 years. How many years it would amount 27 times of itself at the same rate of interest? ഈ രണ്ട് ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ 25, ഓപ്ഷൻ ബി 18, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ഡി 15. നോക്കാം നമുക്ക് എങ്ങനെയാണ്. ട്രിപ്പിൾ ഇറ്റ് സെൽഫ് ഇൻ 6 years ഇങ്ങനെ എഴുതാലോ. 27 ടൈംസ് എത്ര വർഷം കൊണ്ട്? ഇങ്ങനെ ടോട്ടൽ റെപ്രസെന്റേഷൻ എഴുതിയത് ആർക്കും സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ട്രിപ്പിൾ ചെയ്യുന്നത് 6 വർഷം കൊണ്ട്. 27 ടൈംസ് ആവാൻ എത്ര വർഷം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 3 റേസ് ടു എത്രയാണ് 27 എന്ന് പറയുന്നത്? 3 റേസ് ടു 3 ആണല്ലോ. ഓക്കെ, 3 റേസ് ടു 2 എന്ന് പറയുന്നത് 9 ആണ്. 3 റേസ് ടു 3 എന്ന് പറയുന്നത് 27 ആണ് അല്ലെ. അപ്പൊ 3 ആണ്. നമ്മൾ നേരത്തെ 4 റേസ് ടു 4 ആണല്ലോ നമ്മൾ എടുത്തത്. അതുപോലെ തന്നെ ഇതിൽ 3 റേസ് ടു 3 ആണ് എടുക്കുന്നത്. അപ്പൊ 3 ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. 3 into ഇവിടെ തന്നിരിക്കുന്നത് എത്രയാ, 6. 3 into 6, 3 into 6 എന്ന് പറയുന്നത് 18 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ അല്ലേ. അപ്പോ ഒരു ഇരട്ടിയാവുന്നു അല്ലെങ്കിൽ ട്രിപ്പിൾ ആവുന്നു, ഈ 4 ഇരട്ടിയാവുന്നു, 5 ഇരട്ടിയാവുന്നു ഇത്ര വർഷം കൊണ്ട്. ഇനി അതിനുശേഷം ഇത്ര മടങ്ങാവാൻ എത്ര വർഷം വേണം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതിൽ ഇക്വേഷൻസോ കാൽക്കുലേഷൻസോ ഒന്നും ഉപയോഗിക്കേണ്ട. ഇവിടെ മനസ്സിലാക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലാണ് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പൊ വരുന്ന അടുത്തൊരു സംശയം എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിലോ എന്നുള്ളതായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അത് എന്നെ കമന്റുകളിലൂടെ അറിയിക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റും ഇതുപോലെ തന്നെ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതുമായിട്ട് ഉടൻ തന്നെ നമ്മളൊരു ലെസൺ ചെയ്യുന്നതായിരിക്കും. അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ മെസ്സേജുകൾ കമന്റുകളിലൂടെ അറിയിച്ചാൽ മാത്രമേ അതിനനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും കൂടുതൽ ക്ലാസ്സുകളുമായിട്ട്
നമുക്ക് കണ്ടുമുട്ടാം. ഇന്ന് 2:30 മണിക്ക്, അതായത് ഇന്ന് പറയുന്നത് ഞാൻ സംസാരിക്കുന്നത് 17/5/2019 ശനിയാഴ്ചയാണ്. ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് IT ആൻഡ് സൈബർ ലോയിൽ നിന്നുള്ള ഫ്രീ സെഷൻസ്, ഫ്രീ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ആ സ്പെഷ്യൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നല്ലൊരു റേറ്റിംഗ് നൽകുക. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഫൈലിൽ വരുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നല്ലൊരു റേറ്റിംഗ് നൽകുക. കൂടാതെ ഇതുപോലുള്ള വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രൊഫൈൽ ഫോളോ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ നൽകുന്ന സപ്പോർട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ, നമുക്ക് സ്പെഷ്യൽ ക്ലാസ്സിൽ കാണാമെന്നുള്ള വിശ്വാസത്തിൽ, അടുത്ത ലെസനുകളിലൂടെ കൂടുതൽ ടോപ്പിക്കുകളിലൂടെ കാണാമെന്നുള്ള വിശ്വാസത്തിൽ തൽക്കാലം വിടവാങ്ങുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ഓക്കെ, യെസ്, ബൈ.